ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ ഒരു പാലക്ക സെറ്റും തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക. ഇത് പിന്നെ നമ്മൾ നെക്കിൽ ഇങ്ങനെ ഇറക്കത്തിൽ ഇരിക്കില്ല, നെക്കിലായിട്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടാണ് നെക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഈ ഡമ്മി ഇതിനെന്താ പറയുക, ഷോബീസ് ഉണ്ടാവുമല്ലോ, അത് കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അത് നമ്മൾ നെക്കിലായിട്ട് വരണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഫുള്ളായിട്ട് നെക്കിൽ കേട്ടോ. ഇങ്ങനെയല്ല, നമ്മൾ എൻഡും സ്റ്റാർട്ടിങ്ങൊക്കെ ഫുള്ളായിട്ട് രണ്ടറ്റവും നെക്കിലായിട്ട് തന്നെ വരണം. പിന്നെ ഇത് കണ്ടോ, ഇത് ചെറിയ കുഞ്ഞു മക്കൾക്കുള്ള നെക്കിൻ്റെ പോലെയുള്ളൂ കേട്ടോ. നമ്മൾ ഷോബീസ് നോക്കിയെടുത്തപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്, മീഷോന്ന് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് മതിയല്ല, ശരിക്ക് ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ടില്ലെന്ന് കരുതി വലിയ വില കൊടുത്തിട്ടൊന്നുമല്ല വാങ്ങിച്ചത്. മറ്റേതിനൊക്കെ കുറച്ച് വലുതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും റേറ്റ് കൊടുത്തിട്ട് വാങ്ങാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയതെന്നാണ് കേട്ടോ. നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടോളൂ കേട്ടോ. ഇതാണ് ഇത് സംഗതി കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഡബിൾ ഹോൾ വരുന്ന കുന്തൻ സ്റ്റോണാണ് കേട്ടോ. അതായത് രണ്ട് ഭാഗത്തായിട്ട് അടിയിലും മുകളിലായിട്ട് ഹോൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗിയർ ലോക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ജംപ് റിങ്സ് കണ്ടോ. പിന്നെ നമ്മൾ ഗോൾഡൻ്റെ കട്ടിങ് ടൈപ്പുള്ള ബോളെല്ലാം എടുത്തിട്ടുള്ളത്, വീടെല്ലാം എടുത്തിട്ടുള്ളത് ഒരു സാധാരണ നോർമൽ ടൈപ്പാണ്. കളർ പോകില്ലെന്ന് അവർ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കുന്ന ഫ്ലെക്സിബിളായിട്ടുള്ള ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ 5mm ബീഡ്സാണ് എടുത്തിട്ടുള്ള വൈറ്റ് ബീഡ്സ് ഇട്ട്. അതിലൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഞാൻ പറയാം കേട്ടോ. മിസ്റ്റേക്ക് എന്നാൽ ഞാൻ വീഡിയോയുടെ അവസാനം തന്നെ പറയാം. ഇതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതെന്താണെന്നുള്ള കാര്യം ഞാൻ വീഡിയോയുടെ അവസാനമായിട്ട് പറയാം. എന്നാലും നല്ല ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ടിങ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നെക്കിൻ്റെ ഒരു ആകൃതിയിൽ ഒരു ലെങ്ത്തിൽ, അത് നെക്ലേസ് പോലെയാണല്ലോ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ ലെയറിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ സെൻറ്ററിൽ ഭാഗത്തോടായിട്ട് ഫസ്റ്റ് ഒരു ഇതിൽ തന്നെ ജംപ് റിങ്സ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രേ പണിയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കുറേ വീഡിയോയിൽ ഇത് കാണിച്ചു തന്നതാണ്, അതുകൊണ്ടാണ് വീണ്ടും കാണിച്ചു തരാത്തത് കേട്ടോ. കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്ത ഭാഗം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെൻ്റെ കൈ അങ്ങോട്ട് പോയി, വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ കൈ അങ്ങോട്ട് പോയതാണ്. ഇതാണ് കണ്ടല്ലോ. ഇനി ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയുടെ ഉള്ളിലൂടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് പ്ലയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്താ പറയുക, കുറച്ചുകൂടി ഹൈ ക്വാളിറ്റിയുള്ള ഗിയർ ലോക്ക് ഉണ്ട്, പ്ലേറ്റഡ് ആയിട്ടുള്ള, കളർ പോകില്ല. പക്ഷേ അത് നമുക്ക് തിരിച്ചിട്ടെടുക്കാൻ പറ്റില്ല. അതായത് ഒന്നിലൂടെ ഇട്ടിട്ട് പിന്നെ തിരിച്ചോട്ട് നമുക്ക് ഇടുമല്ലോ, ഗിയർ വയർ ആണെങ്കിലും എന്താണെങ്കിലും. പക്ഷേ അതിന് പറ്റില്ല. അങ്ങനെ എന്തിനുള്ള ഹോൾ അതിലില്ല കേട്ടോ. അത് ഞാൻ പറയാൻ മറക്കുന്നതാണ് വീഡിയോയിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ മുന്നത്തെ വീഡിയോസ് അത് ഇറക്കിയെന്നല്ല വീഡിയോസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇറക്കിയിട്ട് എനിക്ക് തോന്നുന്നു 2-3 മാസമായി. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3mm ബീഡ്സാണ് കേട്ടോ. അപ്പോൾ 3mm ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് 3 അല്ല 5 ആയിട്ട് എടുക്കേണ്ടിയിരുന്നു. എൻ്റെ അടുത്താണെങ്കിൽ 5 ടൈമിൽ 5 ഇല്ലതൊന്നുമില്ല. കട്ടിങ് ഇല്ലാത്ത ബീഡ്സാണല്ലോ. ഗോൾഡൻ ബീഡ്സ് ആണെങ്കിൽ എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല. ഞാൻ ഗോൾഡൻ ബീഡ്സ് അയക്കാൻ പറഞ്ഞിട്ട് അവർ വൈറ്റ് ബീഡ്സാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ കുന്തൻ സ്റ്റോൺ ഇത് ഡബിൾ ലെയറായിട്ട് വരും കണ്ടല്ലോ. ഇതുപോലെ 2 ലെയർ ഉണ്ടാവും, മനസ്സിലായല്ലോ. അതിൽ മുകളിലത്തെ ലെയറിൽ നമ്മൾ കുന്തൻ സ്റ്റോണിൻ്റെ ഒരു ഹോൾ, 2 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുക, മറ്റേ ഹോളിലൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കുന്തൻ സ്റ്റോൺ തന്നെ ചിലതിന് ഒന്നിൽ മാത്രം ഒരു ഹോൾ മാത്രം ഉള്ളതുണ്ട്, മറ്റേത് അടഞ്ഞ് കിടക്കായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും നമുക്ക് മാനേജ് ചെയ്യാം. അത് വെച്ചിട്ടും നമുക്ക് നെക്ലസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഒന്ന് മാത്രം വരുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ വെച്ചിട്ടാണ്, ഇതിലാണ് ഞാനിപ്പോൾ ഒരു പാക്കറ്റ്, ഒരു ബോക്സാണ്, ചെറിയ ബോക്സാണ്. ആ ബോക്സിൽ നമ്മൾ പൊട്ടിച്ചപ്പോൾ കുറേ സ്റ്റോണ്, ഒരു 5-6 സ്റ്റോണ്, ഡബിൾ ഹോളില്ല, ഒരു ഹോളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതും ഉണ്ട്. അപ്പോൾ അതെന്താ ചെയ്യുക, അതിനെന്താ ഇവനിങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതാണ്ട, ഞാൻ ചെയ്യുന്നതല്ല, എനിക്ക് അങ്ങനെ വരുന്നത്. ഞാനിതൊരു 6 ബോക്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നാൽ 5 ബോക്സും സെയിലായിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നേ ഉള്ളൂ. ഈ മാസം അവസാനമൊക്കെ ആയിട്ട് എത്തും. 25-ാം തീയതി ആകുമ്പോഴത്തേന് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം ഇത് അത്രയും മൂവിങ് ഉള്ള തന്നെ സാധനം തന്നെയാണ് കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് പണി വൈകും. നമ്മൾ പാലക്കയുടെയൊക്കെ ഇതിൽ വരും ചെയ്യും. പിന്നെ അത്ര പാലക്കയുടെയൊക്കെ റേറ്റ് അത്ര വരുന്നില്ലാണോ, നല്ല റേറ്റിന് വിൽക്കാനും പറ്റും നമുക്ക്. ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം 8mm ബീഡ്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി 8mm ബീഡ്സ് നല്ല ഇതിൽ വരുന്നുണ്ട്. അത് എവിടെയായിട്ട് കൊടുക്കുന്നത് വെച്ചാൽ അടിഭാഗത്താണ് കേട്ടോ. അതായത് ഫസ്റ്റത്തെ ലെയറിലായിട്ട് നമ്മൾ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ ഇട്ട് കൊടുത്താൽ പിന്നെ ഗോൾഡൻ ബീഡ്സാണ് ഇട്ട് കൊടുക്കുക, പിന്നെ കുന്തൻ സ്റ്റോൺ, പിന്നെ ഗോൾഡൻ ബീഡ്സ്, കുന്തൻ സ്റ്റോൺ, ഗോൾഡൻ ബീഡ്സ്, അങ്ങനെ പോവാം.
അതേപോലെ സെക്കൻഡ് ലെയറായി വരുമ്പോൾ കുന്തൻ സ്റ്റോണിൻ്റെ അടിയത്തെ ഹോൾ ഉണ്ടാവുമല്ലോ അതിൽ വാടാക്കിന് പിന്നെ വൈറ്റ് പേള് പിന്നെ കുന്തൻ സ്റ്റോണിൻ്റെ അത് പിന്നെ വൈറ്റ് പേള് അങ്ങനെ 1 by 1 അങ്ങനെ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ ഇതേപോലെ തന്നെ മെത്തേഡ് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് കേട്ടോ സെയിം മെത്തേഡ് തന്നെ വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അതാണ് ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നത്. ഇതാണ് മെത്തേഡ്, മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് വെച്ചാൽ ആ ബോക്സത്തെ മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ നെക്കിന് മനസ്സിലാവുമല്ലോ, നമ്മൾ നെക്ലേസ് ആയിട്ടാണ് ഇത് യൂസ് ആക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 24 പീസ് 25 പീസുള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി എടുത്തിട്ടില്ല. അതായത് അത്ര വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് നെക്ലേസിൻ്റെ പോലെ തന്നെ ആകൃതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലോക്കറ്റും ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ലോക്കറ്റ് വേണമെങ്കിൽ ചെയ്യാം, അല്ല ഇതേ മെത്തേഡ് തന്നെ അല്ല നമുക്ക് ഇതിൻ്റെ പോലെ തന്നെ കമ്മലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനത് ചെയ്ത് നോക്കി, പക്ഷേ വലുതായിട്ട് വന്നപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനതാണ് പിന്നെ എന്താ പറയുക, ഫുള്ളായിട്ട് ഇതിൻ്റെ വീഡിയോ ലെങ്തായി പോകും. പിന്നെ നിങ്ങൾക്ക് ഈ മാല കാണിച്ചെല്ലാം കമ്മലുണ്ടാക്കുന്ന, അപ്പോൾ വീഡിയോ ലെങ്തായി പോകുമെന്ന് കരുതിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് പറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ഞാൻ കാണിച്ചതെന്ന് മനസ്സിലായല്ലോ. 2 ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു മുകളിലത്തെ ഹോളിൽ ഗോൾഡന്, അടിയിലത്തേൽ വൈറ്റ് പേള്. ഇതേ മെത്തേഡ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ല റെക്കോർഡ് എടുക്കുന്നത് രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ രാവിലെ കിളികളെ സൗണ്ടുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ മഴ അവിടെ അപ്പോഴപ്പോഴും മഴ പെയ്യുന്നതുകൊണ്ട് എപ്പോഴാണ് മഴ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. മഴത്തെ സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം മഴയില്ലാത്ത സമയത്ത് ഞാൻ വേഗം റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കിളികൾ കണ്ടല്ലോ. ഞാനിപ്പോൾ ഇവിടെ അകത്തിരുന്ന് സംസാരിക്കുന്നത്, എന്നാലും നല്ല മുറ്റത്ത് തന്നെ ഇതിൻ്റെ വന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെയിം മെത്തേഡ് തന്നെ, ഇങ്ങനെ പോയാൽ മതി കേട്ടോ. അപ്പോൾ അവസാനം എൻഡിലുണ്ട് നമ്മൾ കണ്ട പോലെ തന്നെ ബീഡിട്ട് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം ഗോൾഡൻ ബീഡ്സ് രണ്ട് ഹോളിലൂടെയും ഗോൾഡൻ ബീഡ്സ് ഉണ്ടാവില്ല, നമ്മൾ കാണിച്ചത് 3mm അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ വലിച്ചു പിടിച്ചാൽ കണ്ടോ നോക്കിക്കോട്ടോ. ഇതിങ്ങനെ വലിച്ചു പിടിച്ചാൽ നമുക്ക് കമ്മലന്നാക്കി എടുക്കാം. ഞാനത് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളൂ. ഈ വീഡിയോയിൽ അവസാനമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, വലിച്ചു പിടിച്ചാൽ കമ്മലാകുന്ന സൈസിൽ. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഡബിൾ ലെയറിൽ കൂടെയും ഗോൾഡൻ ബീഡ്സ് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, ജമ്പറിങ്സ് ഇട്ട് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. സെയിം മെത്തേഡ് തന്നെ കുറേ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നില്ല ചെയ്യുന്നതെന്നില്ല. സെയിം മെത്തേഡ് തന്നെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക, ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് 150 രൂപക്ക് മുതലൊക്കെ സെയിലാക്കാൻ പറ്റും കേട്ടോ. 150-200 രൂപക്കൊക്കെ സെയിലാക്കാൻ പറ്റുന്നതാണ്. 150 to 200 രൂപ വരെ നമുക്കിതിന് വാങ്ങിക്കാൻ പറ്റും. ചില ഏരിയകളിൽ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചാണ് കേട്ടോ. 150 രൂപ എന്തായാലും നമുക്ക് വാങ്ങാൻ പറ്റും. കാരണം അത്രയും ഭംഗിയുള്ളൊരു നെക്ലേസ് തന്നെയായിട്ടാണ് വരുന്നത് നമ്മളിത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു 4mm എടുക്കണം, എന്നാലാണ് അതിൻ്റെ ഭംഗിയുള്ളൂ. കാരണം ഇത് നമ്മൾ അടിയിൽ 5mm വൈറ്റ് ബീഡും മുകളിൽ 3mm ആയതുകൊണ്ട് കുറഞ്ഞൊരു ഇതുണ്ട്, വൃത്തിയുണ്ട്. പക്ഷെ നമ്മൾ ആ ഗിയർ വയർ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണാത്ത രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക 3 4 അല്ലെങ്കിൽ 5 എടുക്കേണ്ടിയിരുന്നു ഗോൾഡനെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അതാണ് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ പ്ലെയർ വെച്ചിട്ട് വലിച്ചു കൊടുത്താൽ മതി. ഇത്ര വലിയ പണിയൊന്നുമില്ല. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചതാണ്, അതാണ് ഞാനിതിൽ ശരിക്കത് ഇതാവാൻ കേട്ടോ. ഇതാണ് നമ്മൾ നെക്ലേസ് ശരിയായിട്ടുണ്ട്. ബാക്കി ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ബാക്ക് ത്രെഡ് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ബാക്ക് ത്രെഡാണ്. നമ്മൾ ക്വാളിറ്റിയുള്ള ബാക്ക് ചെയിൻ ഉപയോഗിച്ചാൽ നമുക്ക് അത് അധികം ഇറക്കത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചെറിയ അഡ്ജസ്റ്റേ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര ലെങ്ത്തിൽ വരുന്ന നമ്മൾ നെക്ലേസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ത്രെഡ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. ബാക്ക് ചെയിൻ ഉപയോഗിച്ചാൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയുക ഒരു അധിക ലെങ്ത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ലോക്കറ്റ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇയറിങ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം അങ്ങനെ കുറച്ചാക്കിയതിന് ശേഷം നല്ലോണം വലിച്ചു പിടിച്ചിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ലോക്കറ്റായിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറഞ്ഞതിൽ ചെയ്തിട്ട് ഫുള്ളായിട്ട് ചെയ്യാതെ കുറഞ്ഞൊരു 10-12ഓളം കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഐഡിയക്ക് അനുസരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇത് കുറച്ച് വലിയ ടൈപ്പായി. അപ്പോൾ ആദ്യം മാല ഉണ്ടാക്കണമല്ലോ, എന്നിട്ടല്ലോ നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കാനും കരുതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. മാലയും സെറ്റായിട്ട് കിടന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ലോക്കറ്റൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ കമ്മൽ തന്നെ ഇതുപോലെ തന്നെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഏണിങ്സ് തന്നെ. 300 രൂപക്കൊക്കെ അതിന് പുറത്തൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും സെറ്റായിട്ട് കൊടുക്കുമ്പോൾ. സെറ്റല്ലാതെ തന്നെ ഞാൻ പറഞ്ഞു 150 മുതൽ 200, അത് ചിലപ്പോൾ 250 രൂപ വരെ ചില ഏരിയകളിൽ കിട്ടും. 150 കൂടുതലാണ് നമുക്ക് വാങ്ങാം. 200, 220, 250, 300 കൂടുതൽ കിട്ടുമെന്നറിയില്ല മാലയായിട്ട് ചെയ്താൽ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ടേക്ക് കെയർ, ബൈ.